ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതായത് പിക്കിള്. അപ്പോൾ പിക്കിള് കഴിക്കാനായിട്ട് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ റൈസിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു പിക്കിളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ടേബിൾ ടീസ്പൂൺ നല്ലെണ്ണ ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഞാനിവിടെ ഒരു കപ്പ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് ഉണക്കമുന്തിരി ഈ നല്ലെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിം ആക്കുകയോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കുകയോ ചെയ്യാം. കാരണം മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മുന്തിരിക്ക് ഒരു നേരിയ ചൂട് തട്ടിയാൽ മതി. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ചട്ടിക്ക് തന്നെ ഒരു ചൂടുണ്ട്, പിന്നെ ഓയിൽ ചൂടായിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ മുന്തിരി ഒന്നിങ്ങനെ വീർത്ത് വരും. ആ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഓവർ ടൈം ഇട്ട് കഴിഞ്ഞാൽ മുന്തിരി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഈ പാനിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ലെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം പാനിൽ അത്യാവശ്യം ഓയിലിൻ്റെ അംശമുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഒരു 1/4 ടീസ്പൂൺ എണ്ണയുടെ ആവശ്യമുള്ളൂ. അതിലേക്ക് ഞാനിവിടെ 2 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അതാണ് കൂടുതൽ നല്ലത്. പിന്നെ 1 ടേബിൾ ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ ടീസ്പൂണ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അപ്പോൾ ഒരു 4 പച്ചമുളക് ഉണ്ട് അത്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ ഓയിലിൽ ഇട്ട് കൊടുത്തിട്ട് ഈ വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയിലെ കളറൊക്കെ ഇപ്പോൾ ഇവിടെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വീണ്ടും ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കായം പൗഡർ, അത് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉലുവ ഞാൻ ഇവിടെ പൊടിച്ചതാണ്, അതൊരു 1/2 ടീസ്പൂണ് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക, ഈ മുളക് പൊടിയൊക്കെ ഒന്ന് കരിയാണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിം ആക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇതൊക്കെ. നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ 2-3 തവണ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കുക. അത് നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ 1 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ ആ പുളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 2 ടീസ്പൂണ് പുളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ 1 കപ്പ് വെള്ളം ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ചും കൂടി നല്ല പോലെ അച്ചാർ കുറച്ച് ലൂസായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടേബിൾ ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1/2 ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണ മുന്തിരി, നമ്മളിവിടെ വറുത്ത് മാറ്റി വെച്ചേക്കണ മുന്തിരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി വലിയൊരു ടൈപ്പ് മുന്തിരി വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ മുന്തിരി വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പാർട്ടികൾക്കൊക്കെ അച്ചാർ വിളമ്പുമ്പോൾ കുറച്ചും കൂടിയും ഒരു നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ കാണാനായിട്ട്. അങ്ങനത്തെ മുന്തിരി കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ മുന്തിരി വാങ്ങാം. ഇപ്പം എൻ്റെ ചെറിയ മുന്തിരി ആയതുകൊണ്ട് ഞാൻ ചെറിയ മുന്തിരി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ ടീസ്പൂണ് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴൊക്കെ ഞാനിവിടെ ലോ ഫ്ലെയിം ആക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ വിനെഗറും നല്ലെണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ 1 ടേബിൾ ടീസ്പൂൺ തന്നെ നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഫുള്ള് ഇപ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. അപ്പോൾ നല്ലെണ്ണയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് തിളയ്ക്കണം വിനെഗറും നല്ലെണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് സെപ്പറേറ്റ് പാനിൽ വിനെഗറും നല്ലെണ്ണയും കൂടി തിളപ്പിച്ചിട്ട് ഇതിൽ ഒഴിച്ചാലും മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അച്ചാറിന് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ നല്ലെണ്ണയും വിനെഗറും ഇതിലേക്ക് ഒഴിച്ചിട്ട് അച്ചാറൊന്ന് വറ്റിച്ചെടുത്തേക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണ് അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഗ്രേവി വേണമെങ്കിൽ സെപ്പറേറ്റ് പാനിൽ നല്ല പോലെ തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറേ ദിവസം ഇരിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ലെണ്ണയും വിനെഗറും തിളപ്പിച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അച്ചാറിന് പൂപ്പിലൊന്നും പിടിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.